എന്തായാലും ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ്. സൈന്യത്തിന്റെ സംരക്ഷണയിലെന്ന് ബന്ധുക്കളെ അവർ അറിയിച്ചു. മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും 120 കിലോമീറ്റർ അകലെയാണ് മലയാളികൾ ഇപ്പോഴുള്ളത്. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ രാമചന്ദ്രൻ നായരുടെ മകൻ രോഹിതാണ് ഇക്കാര്യം അറിയിച്ചത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മേഘവിസ്ഫോടനവും പിന്നാലെയുണ്ടായ പ്രകൃതി ദുരന്തവും കാരണം ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയത് 28 മലയാളികളാണ്. അതിൽ 20 പേർ മുംബൈയിൽ നിന്ന് പോയവരാണ്. അങ്ങനെ മുംബൈയിൽ നിന്ന് ഈ യാത്രാ സംഘത്തോടൊപ്പമുള്ള രാമചന്ദ്രൻ നായരുടെ മകൻ രോഹിത് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എന്നാണ് അവർ യാത്ര പോയത്? രോഹിത്, 1-ാം തീയതി ഇവിടുന്ന് ഡൽഹി വരെ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ബാൻഡ്രയിൽ നിന്ന് ട്രെയിൻ കയറി ഡൽഹി വരെ എത്തി. പിന്നെ അവിടെ നിന്നാണ് എല്ലാവരും 28 ആൾക്കാർ കൂടെ ചാർധാം യാത്ര തുടങ്ങിയത്. എവിടെയൊക്കെയായിരുന്നു അവർ പോയിരുന്നത്? ചാർധാമിൻ്റെ 4 ലൊക്കേഷൻസ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം വെബ്സൈറ്റിൽ. അങ്ങനെ അവർ ഫുൾ ഐറ്റിനറി അയച്ചിട്ടുണ്ടായിരുന്നു, എത്ര ദിവസം അവിടെ ഏത് സ്ഥലത്തിലുണ്ടാവും. അതനുസരിച്ച് ഞങ്ങൾ പിന്നെ കണ്ടെത്തി 5-ാം തീയതി എക്സാക്ട്ലി അവർ ബാർകോട്ട് ആ ലൊക്കേഷനിൽ സൈറ്റ് സീയിങ് ചെയ്യാൻ പോവാണ്. അവിടെ കുറച്ച് അടുത്താണ് ഈ ഇൻസിഡൻറ്റ് ആയത്. അപ്പോൾ രാവിലെ ഏകദേശം 8:30 മണി ശേഷം അമ്മയുടെയും അച്ഛൻ്റെയും വാട്സപ്പ് ലൊക്കേഷൻ ഒന്ന് മീൻസ് ലാസ്റ്റ് സീൻ 8:23 എന്തോ ആയിരുന്നു അമ്മയുടെയും അച്ഛൻ്റെയും. അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ട്രൈ ചെയ്തപ്പോൾ എല്ലാം ഫോൺ സ്വിച്ച് ഓഫാണ്, രണ്ടാളുടെയും ഫോൺ സ്വിച്ച് ഓഫാണ്. പിന്നെ അവിടെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ നോക്കിയപ്പോൾ അവരുടെ ടവർ ലൊക്കേഷൻ ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട് അവിടുത്തെ നാട്ടുകാരനാണ്. അപ്പോൾ അവനാ പറഞ്ഞ ഈ വെതർ കേടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇലക്ട്രിസിറ്റി പോവും, മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ പോവും. അപ്പോൾ നെറ്റ്വർക്ക് കാണില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, പേഷ്യൻസ് വെക്കേണ്ടി വരും പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാവിലെ എൻ്റെ മാമ അവിടുത്തെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിന്ന് ഒന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരാ പറഞ്ഞ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഗ്രൂപ്പ് സേഫാണ്, ഗംഗോത്രി പറഞ്ഞ ലൊക്കേഷനിലാണ് അവർ ഇപ്പോൾ സ്റ്റേ ചെയ്യണത്. ഫർദർ ഡീറ്റെയിൽസ് അവിടുന്ന് കിട്ടും പറഞ്ഞു. രോഹിത്, ഞങ്ങളെല്ലാവരും ഇവിടെ സേഫാണ്. ഇവിടുത്തെ ടവർ എല്ലാം പോയതും കൊണ്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഗംഗോത്രി ദർശനം എല്ലാം കഴിഞ്ഞു, എല്ലാവരും സുഖമായിരിക്കുന്നു. എവിടെയാണ് ഉള്ളത് കൃത്യമായി? ഇപ്പോൾ എക്സാക്ട്ലി ഗംഗോത്രി അവിടുന്ന് മിലിറ്ററി ക്യാമ്പിലാണ് അവർ. അവിടെ ഫുഡും എല്ലാം ഡ്രൈവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം ഒരു അച്ഛൻ വീഡിയോ കോളും ചെയ്തു വേറെ ഒരു നമ്പറിൽ നിന്ന്. അവിടുന്ന് വീഡിയോ കോളിൽ സംസാരിച്ചു. നാട്ടിൽ നിന്ന് വന്ന് എല്ലാവരും സേഫാണ്. കുടുങ്ങിയ മലയാളികൾ ഏതായാലും ഇപ്പോൾ സുരക്ഷിതരാണ്. അവരുടെ സൈന്യത്തിൻ്റെ കരുതൽ അവർക്കുണ്ട്. അവരിനി വൈകാതെ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് കാത്തിരിക്കുകയാണ് കുടുംബങ്ങൾ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.